ഹലോ വെൽക്കം ടു ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് ബംഗളൂരു. ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ വരുമ്പം പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബെന്നർഘട്ട നാഷണൽ പാർക്ക്. ആക്ച്വലി ഒരു 9:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലാണ്ട് അവിടെ ചെന്നിട്ടും ചെയ്യാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആക്ച്വലി കുറേ ഓപ്ഷൻസ് ഉണ്ട് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ല ജീപ്പിൽ പോവാം, ബസ്സിൽ പോവാം. ജീപ്പ് തന്നെ 2 ഓപ്ഷനും ബസ് 2 ഓപ്ഷനും ഉണ്ട്, നോൺ എ സി ആൻഡ് എ സി. നമ്മൾ പ്രിഫർ ചെയ്തത് നോൺ എ സി ജീപ്പാണെങ്കിലും അവിടെ എ സി ജീപ്സ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. ഒരു 4000 റുപ്പീസാണ് നമുക്ക് ചിലവായത് ഈ ഒരു സഫാരിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി. ലൈക്ക് 4000 പ്ലസ് കുറച്ച് പൈസയും കൂടെ ആയി. അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് വരികയാണ്, കുട്ടി, നമ്മുടെ പേരൻസ്, അങ്ങനെ ആയിട്ടുള്ള എല്ലാവരും, അങ്ങനെ ഒരു ടീമായിട്ടാണ് വരുന്നെങ്കിലും, അല്ലെ പോട്ടെ ഫ്രണ്ട്സായിട്ടാണ് വരുന്നെങ്കിൽ പോലും ഈ ജീപ്പ് സഫാരി ആയിരിക്കും ഞാൻ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ബസ് എനിക്ക് അറിയില്ല, ബിക്കോസ് ഞാൻ ബസ്സിൽ പോകാത്തത് കൊണ്ട് ആ എക്സ്പീരിയൻസ് അറിയില്ല. നമുക്ക് കിട്ടിയ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൈക്ക് ഹി വാസ് എക്സ്പ്ലൈനിങ് ആസ് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അദ്ദേഹം. As per Google, Bannerghatta National Park is a national park which is near to Bangalore in Karnataka, which was found in the year 1970 and was declared as a national park in the year 1974. And in 2002, a small portion of which was converted into Bannerghatta Biological Park. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഈ ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്ക് ഒരു 3 ഭാഗമായിട്ടാണ്. ഫസ്റ്റ് വൺ വിൽ ബി ഹാവിങ് എ സഫാരി, പിന്നെ നമ്മൾ പോകുന്നത് ഒരു സൂ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്ക്. ആദ്യം സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ആദ്യം നമ്മൾ പോകുന്ന സഫാരി, പിന്നെ നമ്മൾ പോകുന്ന ബട്ടർഫ്ലൈ പാർക്ക്, ദെൻ വി വിൽ ഗോ ടു ദ സൂ. ഇങ്ങനെയാണ് ആ ഒരു ഫോമാറ്റ് പോകുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികളായിട്ടൊക്കെ പോകാനായിട്ട് വളരെ ബെസ്റ്റൊരു സംഭവമാണിത്. കാരണം നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാം നേച്ചറിനെ, ഭയങ്കര അടുത്ത് നേച്ചറിനെ കാണാമെന്ന് പറയില്ലേ, ആ ഒരു ഫീല് കിട്ടും ഈ സഫാരി. ആൻഡ് സഫാരി ഈസ് ലൈക്ക് ഒരു 40 to 45 മിനിറ്റ്സ് ആണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഡ്രൈവർ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കറക്റ്റ് എവിടെയൊക്കെയാണ് ആനിമൽസ് ഉള്ളത്, യൂഷ്വലി അവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിക്കോസ് അവരുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടറാണ്, അവരെന്നും ചെയ്യുന്ന കാര്യമാണ്. സോ അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ആനിമൽ സ്പോട്ടിംഗ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം വണ്ടി നിർത്തി നമ്മളെ കാണിച്ചു തരുന്നു. നമ്മുടെ കൂടെ കുഞ്ഞുള്ളതുകൊണ്ട് ഡ്രൈവറിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് ഹി യൂസ് ടു ഷോ എവറിത്തിങ്, എല്ലാം നമ്മളെ നിർത്തി കാണിച്ചു തരും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ 45 മിനിറ്റ്സിനകത്ത് വി ക്യാൻ സീ ലോട്ട് ഓഫ് ആനിമൽസ് ലൈക്ക് ഡിയർ, എലിഫൻറ്റ്, ടൈഗർ, ബെയർ, ദെൻ ലെപ്പാർഡ്, എവറിത്തിങ്. കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. നമുക്ക് അവരെ നാച്ചുറലായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സഫാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 90 ഇയേഴ്സ് പ്ലസ് ഉള്ള എലിഫൻറ്റ് തൊട്ട് ന്യൂ ബോൺ 3 മന്ത് ആയിട്ടുള്ള എലിഫൻറ്റ് വരെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫോർ മൈ ബേബി ഇറ്റ് വാസ് ലൈക്ക് ഷീ ഹാഡ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ രാവിലെ ചെല്ലുന്നതായിരിക്കും നല്ലത്. ഒരു 9-9:30 ആകുമ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ഫസ്റ്റ് റൈഡ് തന്നെ കിട്ടും. സോ നമുക്ക് ഈ ആനിമൽസൊക്കെ എണീറ്റ് വരുന്ന കാണാം. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് ഒരു ബെയറിനെ, ലൈക്ക് അവരുടെ ഒരു ചെറിയൊരു കൂട് പോലെ, ഒരു ഡെൻ പോലെ സ്ഥലമുണ്ട്. ഡെന്നല്ല, ഈ ബെയർ താമസിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, അതിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് നമ്മൾ കാണുന്നത്. സോ വി ക്യാൻ സീ ബേസിക് കുറച്ച് കാര്യങ്ങൾ. ഈ ഡ്രൈവർ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പുറത്ത് ക്യാമറ യൂസ് ചെയ്തിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഇമേജസും ഫോട്ടോസും ഒക്കെ എടുത്തു തന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടാക്കി വെക്കും. നമുക്ക് പേടി തോന്നില്ല, നമ്മൾ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ് എക്സ്പീരിയൻസ്. അവിടുത്തെ സ്റ്റാഫ് ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ഒരു കാട്ടിലൂടെ പോവാന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നവരായിക്കോട്ടെ, വില്ലേജിൽ താമസിക്കുന്നവരായിക്കോട്ടെ, നമ്മൾ കാട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ്. അതിൻ്റെ സൗണ്ട്, കിളികളുടെ സൗണ്ടൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പോയ സമയം ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഓരോ മൃഗങ്ങളെയും ഓരോ സോണായിട്ട് തിരിച്ചേക്കുക. അപ്പോൾ ഓരോ സോണിൽ നിന്ന് അടുത്ത സോണിലേക്ക് പോകും ഇതുപോലുള്ള വലിയ ഗേറ്റുകളുണ്ട്. അപ്പം ഒരു 2 ലെയർ ഗേറ്റിലൂടെ വണ്ടി കയറിയിട്ടാണ് പോകുന്നത്. ആ ഗേറ്റിൽ ഒരു 2 സെക്യൂരിറ്റി വെച്ചുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടും. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ജീപ്പാണ് പ്രിഫർ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. നമുക്ക് നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്, ലൈക്ക് ഒത്തിരി ഇങ്ങനെ വലിയ കല്ലും കുന്നും മലയൊന്നും അല്ലെങ്കിലും ലൈക്ക് ജീപ്പിൽ നമ്മളൊരു ചെറിയൊരു ഓഫ് റോഡ് പോകുന്നൊരു ഫീല് ഈ ഒരു ജേർണിയിൽ പുലി, ടൈഗർ, ലെപ്പേർഡാണ് കേട്ടോ.
പുള്ളിപ്പുലി. കൈ എടുത്തു. കൈ പറ്റി. ഹേയ് ലൈനേഴ്സൊക്കെ പിണക്കാണോന്ന് അറിയില്ല, രണ്ടുപേരും അങ്ങും അങ്ങും മാറി കിടക്കണ്ടായിരുന്നു. എനിക്കൊന്ന് രാവിലെ ആയതല്ലേ ഉള്ളൂ, അവർ പയ്യെ എണീറ്റ് വരുന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് കുറേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് ഈ ബന്നർഘട്ട നാഷണൽ പാർക്കിലുള്ളത് ഈ ഒരു സഫാരി എന്ന് പറയുന്നത്. സോ ഇഫ് യുവർ പീപ്പിൾ ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ഗോ വിത്ത് യുവർ കിഡ്സ്, ബിക്കോസ് അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ ടി വി കാണുന്ന ലയൺ, ടൈഗർ, ലെപ്പേർഡ്, മാഷ ആൻഡ് ബെയറിനെ കണ്ടപ്പോൾ നിയ വാസ് ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ്. അവരെയൊക്കെ നേരിട്ട് കാണുമ്പം അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നിയ ഈസ് ലൈക്ക് 2 years. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഓരോ ആനിമൽസിനെയും. ആൻഡ് ചില ആനിമൽസിനെ കാണുമ്പം ഷി വാസ് കോളിങ് ഔട്ട് ലൈക്ക് നമ്മുടെ വീട്ടിലെ പൂച്ചയുണ്ട്, പൂച്ചയുടെ പേരൊക്കെ വിളിക്കുമായിരുന്നു. ഫ്രണ്ട് ഇരുന്ന് മടുത്തിട്ട് ആൾ പുറകിൽ എൻ്റെ കൂടെ വന്നു. പക്ഷേ അതത്ര സേഫ് അല്ല സീറ്റ്, കാരണം അവൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പിടിച്ച് വെക്കണം, പക്ഷേ ആൾ പിടിക്കാൻ സമ്മതിച്ചില്ല. ഫുൾ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. $45 minutes സഫാരിക്ക് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലാണ്. ബട്ടർഫ്ലൈ പാർക്ക് വാസ് ജസ്റ്റ് അമേസിങ്. ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഈ ബട്ടർഫ്ലൈസിനെ കാണുന്നു, അതുപോലെ ഓണമാകുമ്പോൾ ഓണത്തുമ്പികൾ വരുന്നു. ഇതൊക്കെ കണ്ട് വളർന്ന നമുക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു കുഞ്ഞൊരു പ്ലേ ഏരിയ, ലൈക്ക് ഒരു പാർക്ക് പോലെയുണ്ട്. അവിടെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാം, ലൈക്ക് സ്ലൈഡ്, ഒരു സ്വിങ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള ഒരു എൻട്രൻസ് പറയുന്നത്. അതിനകത്ത് കയറിയ പിന്നെ വേറൊരു ലോകമാണ്. നിറയെ ബട്ടർഫ്ലൈസ്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 900+ ബട്ടർഫ്ലൈസ് അവിടെ ഉണ്ടായിരുന്നെന്നാണ് അവിടെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക, നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ അവരുടെ കൂടെ അവരെ കാണുന്നു, അല്ലെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ, അവരെ കാണുന്നു, അല്ലെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആൻഡ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. പക്ഷേ ഈ ബട്ടർഫ്ലൈസ് ആർ ലൈക്ക് ദേ ആർ നോട്ട് അഫ്രൈഡ്. അവരിങ്ങനെ പറന്ന് നടക്കുകയാണ്. ഒരു ഡോം സ്ട്രക്ചറിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ. സോ അവർക്ക് എത്ര വേണമെങ്കിലും പറക്കാം, പക്ഷേ പുറത്തേക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല. പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ വകയും അതിനകത്ത് തന്നെ ഈ ഒരു പാർക്കിൻ്റെ മീൻസ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓർഗനൈസേഷൻ അവരത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതും കിഡ്സിനും അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കും, ഈവൻ എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്കും, ഈവൻ ഞങ്ങളുടെ പേരൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഓൾസോ വെരി ഹാപ്പി ടു സീ ഓൾ ദീസ് തിങ്സ്. സോ ഇത് നല്ലൊരു ബട്ടർഫ്ലൈ പാർക്കിന് ശേഷം നമ്മൾ പോകുന്ന സൂവിലാണ്. സൂവിൽ നമ്മൾ ചെല്ലുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഇവിടെ ബഗ്ഗീസ് ഉണ്ട്. ബഗ്ഗീസിൽ നമ്മൾ പോകണമെങ്കിൽ ഒരാൾക്ക് 100 രൂപ പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നീയാൻ കൂടെ ഉള്ളതുകൊണ്ട്, അത്രയും ദൂരം കുറേ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ബഗ്ഗിയാണ് എടുത്തത്. കുഞ്ഞിന് പൈസ വേണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് 4 പേർക്കുള്ള പൈസ കൊടുത്തു. എന്നിട്ട് ഇവർക്ക് ഒരു
എന്താ പറയുക, എനിക്കതിനകത്ത് കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരു വുമൺ എംപവർമെൻറ്റ് പോലെ തന്നെ ഈ ബഗ്ഗീസ് എല്ലാം, അവിടെയുള്ള ബഗ്ഗീസ് എല്ലാം തന്നെ ഓടിക്കുന്ന പെൺകുട്ടികളാണ്, ലേഡീസാണ്. സോ അവർ നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീബ്ര ഉള്ള സ്ഥലമുണ്ട്, സീബ്രയുടെ അടുത്ത് കൊണ്ട് നിർത്തും, നമുക്ക് പോയി കാണാം. അവരവിടെ വെയിറ്റ് ചെയ്യും. ആ ബഗ്ഗിലുള്ള എല്ലാവരും വന്നെന്ന് ഉറപ്പാക്കിയിട്ട് അവർ നെക്സ്റ്റ് പ്ലേസിൽ പോകും. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ ആനിമൽസിനെ കൊണ്ട് കാണിക്കും. ആൻഡ് 100 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല ഒരാൾക്ക്. നമ്മൾ കണ്ട് വരുന്നോടം വരെയും അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നതാണ്. സോ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആനിമൽസ് സൂവിൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്, കമ്പയർഡ് ടു നമ്മൾ മൈസൂർ സൂ അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൂവിലൊക്കെ പോകുന്നേക്കാളും ഇവിടെ എനിക്ക് തോന്നിയ ആനിമൽസ് കുറവാണ്. പക്ഷേ സഫാരിയിൽ നമുക്ക് ആ ഒരു കുറവ് നികത്താൻ മാത്രമുള്ള ആനിമൽസും നല്ല എക്സ്പീരിയൻസും കിട്ടും. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ 3 സ്ഥലങ്ങളും കവർ ചെയ്തു. കാരണം ഞങ്ങൾ 9:30ക്ക് എടുത്തതാണ്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. സോ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു. ബൈ.